എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൂടുതൽ ഷെറിൻ ഷഹാനയെ പറ്റി കൂടുതലായി അറിയാത്ത ആളുകളും കേട്ട ആളുകളും ഉണ്ടാവും. എന്നാലും നമ്മൾക്ക് അതിശയിപ്പിക്കുന്ന ഒരു ജീവിതമാണ് ഷെറിൻ ഷഹാനയുടേത്. നമ്മളൊക്കെ സത്യത്തിൽ ജയിക്കാനുള്ള റെസിപ്പികൾ നോക്കുന്നതിന് പകരം തളരാനുള്ള റെസിപ്പികൾ നോക്കുന്ന ആളുകളെ പോലെയാണ് നമ്മൾ പലപ്പോഴും പെരുമാറുക. ചെറിയ 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 വിഷമങ്ങൾ മതി, നമ്മൾ ഇനി എനിക്കൊന്നും വയ്യ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ, അങ്ങനെ തളർന്നു നിൽക്കുന്ന അതിനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകളെ നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഷെറിൻ്റെ ജീവിതകഥ നമ്മളോട് പറഞ്ഞു തരുന്നത് ഞെട്ടിക്കുന്ന ഒരു മുന്നോട്ട് വരവിൻ്റെ കഥയാണ് ഷെറിന് പറഞ്ഞു തരാനുള്ളത്. നമ്മൾ ചെറിയ വിഷമങ്ങളിൽ നിന്നും നമ്മൾ തളർന്നു നിൽക്കുന്ന ആളുകൾ എങ്ങനെ ഏത് തരത്തിൽ പ്രചോദിതരാവണമെന്ന് ഷെറിൻ നമുക്ക് പറഞ്ഞു തരും. ഷെറിന് പറ്റിയ അപകടത്തെപ്പറ്റി ഞാൻ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിക്കാം. ഷെറിൻ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. PGക്ക് പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷാ കാലത്ത് ടെറസിൽ നടന്ന് പഠിക്കുമ്പോൾ അവിടെ വെച്ച് വഴുതി വീഴുകയാണ്. എന്നിട്ട് നട്ടെല്ലിന് പരിക്ക് പറ്റി, അങ്ങനെ ശരീരം തളർന്നു പോയി. അവിടെ സ്റ്റോപ്പായി എന്ന് വിചാരിക്കുന്ന, തളർന്നിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ തളർന്നു പോയ ആ കിടപ്പിൽ നിന്നും ഷെറിൻ പിന്നീട് ഇതല്ല ഞാൻ എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. അവിടെ വെച്ച് ഷെറിൻ തീരുമാനിക്കുന്നത് ഞാൻ പഠിച്ച് ജയിച്ച് കാണിക്കുമെന്നാണ്. അപ്പോൾ ആ തരത്തിൽ ആ ഒരു നിമിഷത്തെ പറ്റി ഷെറിൻ നമ്മളോട് പങ്കുവെക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷെറിൻ. ഞാൻ വയനാട്ടിൽ നിന്നാണ്. ഞാനിപ്പോൾ 22 ബാച്ച് സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു അണ്ടർ ട്രെയിനിയാണ്. അപ്പം എനിക്ക് പറ്റിയൊരു അപകടത്തിനെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര ചുറുചുറുക്കായിട്ട് പറന്ന് നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തണം, ഒരു ചിത്രശലഭത്തിനൊക്കെ പോലെ പറക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, ഭയങ്കര അംബീഷൻ വെക്കുന്നൊരു സമയമുണ്ടല്ലോ, 21-22 വയസ്സ്. ആ സമയത്തായിരുന്നു എനിക്കൊരു അപകടം പറ്റിയത്. എനിക്കും ഉണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പെട്ടെന്നായിരുന്നു. അങ്ങനൊരു നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ അങ്ങനൊരു അപകടം. അപ്പം വീടിൻ്റെ ടെറസിൽ നിന്ന് വീണതാണ്. ശരിക്കും പറഞ്ഞാൽ ടെറസിൽ നിന്നൊന്ന് കാല് സ്ലിപ്പായി താഴെ വീണ അപകടം കാര്യമായിട്ടൊന്നും പറ്റിയില്ല. കൂടി വന്ന ഒന്ന് കാലോ കയ്യോ ഓടിയും അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് പറ്റിയത് നട്ടെല്ലിനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പൈൻ പൊട്ടിപ്പോയിന്നല്ല, ക്രാക്കായി. അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ കുറേ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിലും എടുത്തതിലൊക്കെ ഉള്ള മിസ്റ്റേക്ക് കാരണം സ്പൈനിൽ വല്ലാതൊരു ക്രാക്ക് വീണു. സോ എനിക്ക് നടക്കാൻ പറ്റിയില്ല അതിന് ശേഷം. അങ്ങനെ എനിക്ക് പറ്റുന്ന, ഞാൻ മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കമായിരുന്നു. 1-2 കാര്യങ്ങൾ മാത്രം. ഫുഡ് കഴിക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ വായിക്കാൻ പറ്റുന്ന സെൻസ് എൻ്റെ കൈക്ക് ചലനമില്ലായിരുന്നു അപകടം പറ്റിയ ഫസ്റ്റ് കാലങ്ങളിൽ. അതുകൊണ്ട് എനിക്ക് ബുക്ക് ഒരാൾ തുറന്ന് തന്ന് പേജ് മറിച്ച് തന്നാൽ എനിക്ക് ബുക്ക് വായിക്കാൻ പറ്റും. അതർവൈസ് എനിക്ക് ബുക്കും വായിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, അത് മാത്രം എനിക്ക് പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഈ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളിൽ വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ PG വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സമയം കളയണമായിരുന്നു. കാരണം നമുക്ക് കുറേ ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടാവില്ല 21 വയസ്സ് 22 വയസ്സിലൊക്കെ. പക്ഷേ ഞാൻ വല്ലാണ്ട് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയി. ഒരു റൂമിൻ്റെ ഉള്ളിൽ മാത്രമായി. എൻ്റെ വീട് വളരെ ചെറിയൊരു വീടാണ്. അപ്പം എൻ്റെ റൂമും വളരെ ചെറുതായിരുന്നു. അപ്പം ഒരു ബെഡ് മാത്രം, എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ബെഡിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഉമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സമയം കളയണ്ടേ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ. അപ്പം സമയം കളയണം, മുന്നോട്ട് പോകണം, ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ എത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു പഠിച്ചു തുടങ്ങിയത്. അതായത് എന്തെങ്കിലും വായിച്ചു തുടങ്ങിയത് സമയം കളയാൻ വേണ്ടിയിട്ട്. ഫോണും അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ പഠിക്കാലോ കൊള്ളാലോ. പണ്ട് നമ്മളൊരു ബേർഡൻ പോലെ പഠിച്ചിരുന്ന പല സാധനങ്ങളും എനിക്ക് ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ പറ്റി. കാരണം അതില്ലാതെ എനിക്ക് പറ്റില്ല. കാരണം വേറെ ഒന്നും എനിക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി. അങ്ങനെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തു. അതായത് PGക്ക് പഠിക്കുമ്പോഴാണ് അപകടം പറ്റുന്നത്.
അപ്പോൾ ഇനി അങ്ങോട്ട് പഠിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടാണ് തുടങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇൻസ്പിറേഷൻ തന്നതെന്ന് ഷെറിൻ മുൻപൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ സിവിൽ സർവീസ് നമ്മളെ സാധാരണ പ്രത്യേകിച്ച് അപകടം പറ്റാതെ വളരെ കൂളായി നടക്കുന്ന ആളുകൾക്ക് പോലും സിവിൽ സർവീസ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെക്കാൻ കുറച്ച് ഭയമാണ്. അതിന് കുറേ അധികം കടമ്പകളുണ്ട്. ഷെറിനെ സംബന്ധിച്ച് ഈ സിവിൽ സർവീസിലേക്കുള്ള ആ ഒരു ജേണി അതിനെപ്പറ്റിയും കൂടെ. ഞാൻ 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 ആദ്യം ട്യൂഷൻ എടുക്കുമായിരുന്നു. കാരണം എനിക്ക് ഉപ്പ കുറച്ച് ഞാനൊരു ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഉപ്പാക്ക് വയ്യാതായിരുന്നു. അപ്പം എനിക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാനും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്യൂഷൻ എടുക്കും. ഞാൻ അത്യാവശ്യം സ്റ്റിച്ചൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിലെ ആൾക്കാർക്കൊക്കെ വേണ്ടി ചുരിദാറും അങ്ങനെയൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു ക്ലാസ്സിലുള്ള പിള്ളേർക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇൻകം കണ്ടെത്തിയത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം എനിക്ക് സ്റ്റിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല ആഫ്റ്റർ ദാറ്റ് ആക്സിഡൻറ്റിന് ശേഷം. പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും, എനിക്ക് കുട്ടികളുമായിട്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിള്ളേരെ വിളിച്ചു വരുത്തി, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാം, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അവരും കുറച്ച് നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ പറ്റിയതിന് ശേഷം എന്താ പറയുക, അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ, ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ. എനിക്ക് ആ സമയത്ത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ പറ്റും എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു കോളേജിൽ PhDക്ക് അഡ്മിഷൻ എടുക്കണം, നെറ്റ് എഴുതി കിട്ടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. റിസർച്ച് ചെയ്യാലോ, എനിക്ക് കുറേ ആളുകളെ കാണാലോ എന്നൊക്കെ. അറ്റ്ലീസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു കടലോ കുറച്ച് ചിത്രശലഭങ്ങളെയോ കുറച്ച് പൂവോ പൂമ്പാറ്റയോ എന്തെങ്കിലുമൊക്കെ കാണുക എന്നുള്ളതായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിമെന്ന്. അപ്പം അങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു ഞാൻ എന്താ പറയുക പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് തോന്നി കൊള്ളാലോ, പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ഭാഗത്ത് കൂടെ എന്ന് തോന്നി. അങ്ങനെയാണ് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയത്, UPSC. പക്ഷേ ഞങ്ങളെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ആകെ എനിക്ക് തോന്നുന്നു, എനിക്ക് മുന്നേ ഒരു 3 or 4 പേരോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്തെങ്കിലും തെറ്റിൻ്റെ ക്ഷമിക്കണം, 3 or 4 പേരാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഒന്നും അറിയാമല്ലോ, വയനാട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഒരു ബാക്ക്വേർഡ് ഇപ്പം ഉള്ള ഒരു ജില്ലയാണ്. അപ്പം കോച്ചിങ് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല വയനാട്ടിൽ. ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാനും ആരും ഉണ്ടായിട്ടില്ല. നമ്മളൊരു PSC എഴുതിയിട്ട് ഒരു ജോലി, ഒരു ടീച്ചറാവുക എന്നൊക്കെ അല്ലാതെ സിവിൽ സർവീസ് അതെന്തോ മറ്റേ എലൈറ്റ് ടീമിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനം എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്, വയനാട്ടുകാർ പ്രത്യേകിച്ചും. അപ്പം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, നെറ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു അക്കാദമിയിൽ ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ നമ്മുടെ കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടു. അങ്ങനെ അപ്ലൈ ചെയ്തു, കിട്ടി, അങ്ങനെ അവിടെ പഠിച്ചു. ഇത്തരത്തിൽ ഷെറിന് പഠിക്കണം എന്ന് പറയാണ് അപകടം പറ്റി കിടക്കുന്നിടത്തുനിന്ന്. അപ്പോൾ പ്രോത്സാഹനം എന്തായാലും നമ്മൾ എത്ര കുറവായിരിക്കും പ്രോത്സാഹനം കിട്ടിയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവം എന്താണ്? അതായത് ആരൊക്കെയാണ് സപ്പോർട്ട് തരുന്നത്? എന്താണ് എല്ലാവരുടെയും പ്രതികരണം ആ സമയത്ത്? പഠിക്കണം എന്ന് പറഞ്ഞപ്പം ആർക്കും അങ്ങനെ ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ല. എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ ഉമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ സിസ്റ്റേഴ്സും. അല്ലാതെ ബാക്കി പലരും ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ട് ഇപ്പം എന്ത് കാര്യമാണ്, ഇപ്പം വീൽ ചെയറിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വീൽ ചെയറിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഒരു ജോലി കിട്ടിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, പഠിക്കണം, ഒരു ജോലി വാങ്ങണം എന്നുള്ളത് അത് എൻ്റെ നിലനിൽപ്പായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാൻ അതിന് ആഫ്റ്റർ ദാറ്റ് ഈ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്കും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അങ്ങനെയുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. എനിക്ക് മെൻറ്റർഷിപ്പൊക്കെ എടുത്തു തന്ന പലരും, അത് UPSC മെൻറ്റർഷിപ്പൊക്കെ എടുത്തു തന്ന പലരും ഇന്ത്യയിലെ കേരളത്തിലെ ഫോർമർ DGP ആയിട്ട് ഋഷിയ സാറൊക്കെ ആയിരുന്നു. വീട്ടിൽ വന്നിട്ട് പോലും എനിക്ക് മെൻറ്റർഷിപ്പ് എടുത്തു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പക്ഷേ അറിയാലോ, സൊസൈറ്റിയിൽ 2 തരം ആളുകളും ഉണ്ട്. ഇതെന്തിനാ പഠിക്കുന്ന, ജോലി കിട്ടിയാലും നീ എങ്ങനെ പോവും, നീ എങ്ങനെ സർവീസ് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഒരു
ഡിസബിലിറ്റി വന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ അവർ നേരിടുന്നത് എന്തൊക്കെയാണെന്നാണ് ഷെറിന് തോന്നിയിട്ടുള്ളത്? പഠിച്ച് ജയിക്കണം എല്ലാ മാനസികമായി എല്ലാവിധ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവും, അതിനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സമൂഹം നമുക്ക് ഈ ചുറ്റുപാടുകളും കൂടി ഇണങ്ങണമല്ലോ. അപ്പം എന്തൊക്കെയാണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ? ശരിയാ, ഈ പറയുന്ന സൊസൈറ്റി എന്നുള്ള ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ഈ രണ്ട് ലൈഫും ജീവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെപ്പോലുള്ള ഒരു നോർമൽ ആളായിട്ടും ഇങ്ങനെയുള്ള ഒരാളായിട്ടും ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഉള്ള ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണ് എന്നുള്ളത് സൊസൈറ്റിയിൽ. അപ്പം ഒരുപാട് മാറ്റമുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഗ്രാജുവലി മാറ്റം സംഭവിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യുക. ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആളുകളും സമൂഹത്തിൽ ആവശ്യമാണ്. നമ്മൾക്ക് ഒരു പൂന്തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല പൂക്കൾ മാത്രമല്ലല്ലോ, ചിലപ്പം ഒടിഞ്ഞ പൂക്കളുണ്ടാവും, ഇല പോയ ചെടികളൊക്കെ ഉണ്ടാവും. അതൊക്കെയല്ലേ ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത്. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, അതല്ലേ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുന്നതും. എങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു നല്ല സമൂഹം ഉണ്ടാവുകയുള്ളൂ, ഒരു നല്ല രാജ്യം ഉണ്ടാവുകയുള്ളൂ. ഷെറിൻ പഠിച്ച് സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ എത്തിയ ആ സമയത്ത് പോലും ഡിസബിലിറ്റി അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് തടയപ്പെട്ടു അവിടെ വെച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി ഒന്ന് പറയാം. അങ്ങനൊരു, അതായത് നമ്മൾ സിവിൽ സർവീസ് എഴുതുമ്പോൾ, സിവിൽ സർവീസിൽ എത്തുമ്പോൾ, റാങ്കിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഞാനൊരിക്കലും വിചാരിച്ചു, ഞാൻ റാങ്കിൽ ഇടം നേടിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ആ സർവീസ് നാളെ തന്നെ കിട്ടും, ഞാൻ പിന്നെ ഒരു സിവിൽ സർവൻ്റ് ആയി എന്നുള്ളത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇനിയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ പേഴ്സൻറ്റേജിൽ എൻ്റെ 2 ആംസും 2 ലെഗിനും പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എങ്ങനെ സർവീസ് തരും എന്നുള്ളതൊക്കെ. ആ ഒരു മൊമെൻറ്റ് കടക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരുന്നു. എനിക്ക് ഈ അപകടം പറ്റിയതിനേക്കാൾ കൂടുതൽ എനിക്ക് സർവീസ് കിട്ടാൻ കുറച്ച് ഡിലേ ആയിരുന്നു, ഒരു 1-2 മാസം. ഞാൻ പാക്കൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് അറിഞ്ഞത് സർവീസ് എനിക്ക് അലോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. ആ ഒരു സമയം, ആ മൊമെൻറ്റ് കടക്കാൻ ഞാൻ അനുഭവിച്ച പാട് ഭയങ്കരമായിരുന്നു. കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞു ആ സെറ്റായി, ഞാൻ സിവിൽ സർവീസായി, ഇനി നിങ്ങളെ ആരും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇരിക്കുവാണ്. അപ്പോഴാണ് പറയുന്നത് സർവീസ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ കിട്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹം, കുറേ നല്ല മനുഷ്യന്മാരും കൂടെ ഉണ്ടായതുകൊണ്ട് കിട്ടി. പക്ഷേ ആ ഒരു മൊമെൻറ്റ് കിടക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഷെറിൻ്റെ ട്രെയിനിങ് സമയമല്ലേ? ഇപ്പോൾ ഏതിലാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഞാൻ 22 ബാച്ച് IRMS ആണ്, ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസാണ്. അതിൽ തന്നെ ഞാൻ IRMS അക്കൗണ്ട്സ് ആണ്. ഞങ്ങൾ ഇപ്പോൾ 1.5 വർഷമായി ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 മാസം കൂടി ഉണ്ടാവുമായിരിക്കും ട്രെയിനിങ്. ഞാനിപ്പോൾ ഫരീദാബാദിലാണ്, NIFM-ൽ, അരുൺ ജെയ്റ്റ്ലി അക്കാദമിയിൽ. അതിൽ ഫിനാൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു 3 മാസം ഉണ്ടാവും. പിന്നെ ഞാൻ സെക്കന്ദരാബാദാണ് എൻ്റെ പാരൻ്റ് അക്കാദമി. അപ്പോൾ സെക്കന്ദരാബാദിലായിട്ട് ഒരു 3 മാസത്തേക്ക് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കേരളത്തിൽ വെച്ച് തന്നെ കാണാം. കേരളത്തിൽ തന്നെ ആയിരിക്കും മിക്കവാറും പോസ്റ്റിങ്. ഇപ്പോൾ ഇവിടെയുള്ള കുറേ കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടാവും. അവർ പലതരത്തിൽ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ചിലപ്പോൾ ഒരു ധാരണ പോലും ഉണ്ടാവില്ല. ഇങ്ങനത്തെ കുട്ടികളോട് പ്രത്യേകിച്ച് ഷെറിന് പറയാനുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? നമ്മുടെ ഉള്ളിലൊരു നമുക്ക് എന്തെങ്കിലും ആവണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധനത്തിനെ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. ആ സാധനത്തിൻ്റെ പൊടിയൊക്കെ തട്ടി മാക്സിമം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഞാൻ അതാ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഉള്ളിൽ അങ്ങനെ ചെറിയൊരു കനലുണ്ടായിരുന്നു, അതിനെ ഞാൻ കുറച്ച് നന്നായിട്ട് ഊതി പെരുപ്പിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ, അതിനാണ് ഞാനാണ് ഏറ്റവും വലിയ ഉദാഹരണം. ആളുകൾ പലതും പറയും, നിനക്കത് പറ്റില്ല, നിനക്കൊരു ബുക്ക് മറയ്ക്കാൻ പോലും പറ്റാത്ത ആളല്ലേ, നീ എന്തിന് സിവിൽ സർവീസിന് വേണ്ടി സ്വപ്നം കാണുന്നു എന്നൊക്കെ അങ്ങനെ പലതും പറയും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, നമ്മളതിന് 10% ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ദൈവം കൂടെ ഇല്ലെങ്കിലും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പം അതിന് എനിക്ക് അവരെ കാണും ഇവരെ കാണുമെന്നൊന്നുമില്ല. എൻ്റെ ലൈഫ് തന്നെ അങ്ങനെയാണ്. ഞാൻ തന്നെ ഞാനിങ്ങനെയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അത്രയും അതിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ, എനിക്ക് പേഴ്സണലായിട്ട് വേറെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു
നെഗറ്റീവ് മൂഡ് വന്നാൽ, അപ്പോൾ ഷെറിൻ ധാരാളം അനുഭവിച്ചൊരു കാര്യമാണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കും. ഷെറിൻ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എനിക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. ഓവർകം ചെയ്യാനൊരു സ്ട്രാറ്റജി ഒന്നുമില്ല. നമ്മൾ നമ്മളെ വിശ്വസിക്കുക. നമ്മൾ ഭയങ്കര പവർഫുള്ളാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ആക്സിഡൻറ്റ് മാത്രമല്ല, എനിക്കൊരു പാസ്റ്റും ഉണ്ട്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഷെറിന് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള സംശയത്തിലാണ് ഞാനത് ചോദ്യങ്ങളാക്കാത്തത്. ഷെറിന് പറ്റിയ അതൊന്ന് സൂചിപ്പിക്കുന്നത് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു 20-ാം വയസ്സിൽ ഒരു മാരേജ് കഴിഞ്ഞിരുന്നു. ഒബ്വിയസ്ലി അതൊരു അൺഹാപ്പി മാരീഡ് ലൈഫായിരുന്നു. നമ്മൾ ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനായിരുന്നു അത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും തകർക്കപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകും, നമ്മൾ എത്രത്തോളം നമുക്ക് ഈ കാര്യങ്ങൾ നേടാൻ പറ്റും എന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടുകാരും എന്നെ നിർബന്ധിച്ചിട്ടില്ല, നീ പഠിച്ചൊരു ജോലി വാങ്ങണം, നീ പഠിച്ച് സിവിൽ സർവൻ്റ് ആവണം, അല്ലെങ്കിൽ നിനക്ക് ഇത്ര സാലറി വേണം എന്ന് എന്നോട് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. എന്നോട് ആരും പറയുകയുണ്ടായിരുന്നില്ല. കാരണം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റാത്ത എന്നോടൊരു ജോലി വാങ്ങണം എന്നൊന്നും ആരും പറയില്ല. എൻ്റെ ആവശ്യമായിരുന്നു എനിക്ക് അവിടുന്ന് ആ ബെഡിൽ നിന്ന് എണീക്കണം, എൻ്റെ റൂമിൽ നിന്ന് പുറത്ത് വരണം, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത്. അപ്പം ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു. അതാണ് എനിക്കും എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പൊന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ശക്തിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പം ഫിസിക്കലി ഞാൻ ഇത്രയും വീക്കാണ്, പക്ഷേ എൻ്റെ മനസ്സിന് ശക്തി ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ട്. ആ സാധനം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ ഇവിടെയുള്ള ആർക്കെങ്കിലും ഷെറിനോട് സംസാരിക്കണം, ചോദ്യങ്ങളും ചോദിക്കണമെങ്കിൽ അവസരമാണ്. ഹായ് മാം, എൻ്റെ പേര് നന്ദു. ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കേരളത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ, അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നടപ്പിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നടപ്പിലാക്കിയാൽ തന്നെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ആണ് മാമിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്? അത് നമുക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുന്നതാണ്? ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ആ ഒരു കാര്യത്തിൽ? അതിപ്പോൾ പല മേഖലകൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഉദാഹരണം പറയാം. ടൂറിസം മേഖലകൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കണമെന്നുള്ള രീതിയിൽ, ഇൻക്ലൂസീവ് ആക്കണമെന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ, ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ടൂറിസം മേഖല ആസ്വദിക്കണം. അതുപോലെ വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലകളിലും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമുക്കിനി കൊണ്ടുവരാൻ സാധ്യത നിലവിലുള്ള മാറ്റങ്ങൾക്ക് അപ്പുറം? താങ്ക് യു. ഇയാൾ പറഞ്ഞൊരു വേർഡ് എനിക്കിഷ്ടപ്പെട്ടു, ഉപകാരപ്രദമാവുക എന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഫുട്പാത്തൊക്കെ റാമ്പ്, ഈ പറയുന്ന റാമ്പ് വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കി, എന്താ പറയുക, വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കി വെച്ചത് ഫുട്പാത്ത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, അതിലെത്രത്തോളം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വീൽ ചെയർ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ പല ഫുട്പാത്തിലും വീൽ ചെയറിന് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബൈക്കൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തുന്നു. അതൊക്കെ എന്തൊരു ദ്രോഹമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് മെയിൻസ് എഴുതാൻ വേണ്ടി വരുന്ന സമയത്ത് സൂവിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ ഫുട്പാത്തിലും ഈ പറയുന്ന ക്രോസായിട്ട് ബൈക്ക് കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പം ഇത് ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം റാമ്പാണെങ്കിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അത് ഇപ്പോൾ ഒരു വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരാളെ കൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് അയാൾക്കത് കംഫർട്ടബിൾ ആണോ, ഇത്ര സ്ലീപ്പ് വേണോ, ഇത്ര ഡെപ്തിലാണോ ഇത് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഇവരെ കൊണ്ട് തന്നെ, ഞങ്ങളെപ്പോലുള്ള ആളുകളെ കൊണ്ട് തന്നെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നോർമലായിട്ടുള്ള ഒരാൾ ഇത് ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വീൽ ചെയർ യൂസേഴ്സിന് അത് പ്രശ്നമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കൂടി നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതിപ്പോൾ ഞാൻ വീൽ ചെയർ ബൗണ്ടർ ആയതുകൊണ്ട് എൻ്റെ കാര്യം പറയുന്നു. ഡെഫായിട്ടുള്ള ആളുകൾക്ക് നടക്കുന്ന പാതകളാണെങ്കിലും അത് അങ്ങനെയുള്ള അവരെ കൊണ്ട് തന്നെ നോക്കിച്ചിട്ട് അവർക്കിത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കിത് പലപ്പോഴും ഉപകാരപ്രദമാവാറില്ല. ഒരു കാര്യം കൂടെ പറയാണ്ട്, നമ്മൾ ആക്ച്വലി വേറൊരു പ്രോഗ്രാമിന് വേണ്ടിയാണ് ഈ വേദിയിൽ വന്നത്.
അപ്പോഴാണ് ഈ പ്രോഗ്രാം മാറ്റിയ കാര്യം അറിഞ്ഞത്. പിന്നെ എന്താണെന്ന് അറിയാതെ ഇവിടെ പക്ഷേ ഇരുന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തൊരു നല്ല പരിപാടിയായിട്ട് മാറുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും താങ്ക് യു മാം, മാമിൻ്റെ ഇൻസൈറ്റ്. This was a very inspirational story. Just now I heard. I know Malayalam, but I'm more fluent in English. Uh, I wanted to know whether, when this happened in Aya Sametha, were you used to reading books, especially motivational books, which helped you to overcome this? I mean, you said you used to read, so എങ്ങനെ motivational books ഉണ്ടായിരുന്നു? And what is your, if so, what is your favorite books you would suggest for such a situation? And did that help you? സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ ഒരു മോട്ടിവേഷണൽ ബുക്കും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ എനിക്ക് ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നോക്കിയാൽ, ഈ മുനീബ മസാനി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി വീൽ ചെയർ ബൗണ്ടർ ആയിട്ടുള്ളൊരു ലേഡി ഉണ്ട്. അവരുടെ കുറേ വീഡിയോസ് എനിക്ക് അയച്ചു തരാറുണ്ട് ആളുകൾ. അല്ലാണ്ട് ഞാനൊരു മോട്ടിവേഷണൽ ബുക്കും ഒന്നും വായിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ, എനിക്ക് തോന്നുന്നില്ല ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളതും. പക്ഷേ എനിക്ക് ഇപ്പം നിങ്ങളുടെ മോട്ടിവേഷൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എൻ്റെ 67 വയസ്സുള്ള എൻ്റെ ഉമ്മയാണ് എന്നുള്ളത്. കാരണം എൻ്റെ ഉമ്മയ്ക്ക് ചിലപ്പോൾ നടക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ എന്നല്ല, ഇപ്പം നടക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഉമ്മ ഇങ്ങനെ ഓരോ ബുക്കിൻ്റെ താളുകളും മറച്ചു തരും എനിക്ക് അടുത്ത പേജ് വായിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ സമയത്ത് പ്രിപ്പറേഷൻ്റെ സമയത്ത് എനിക്ക് കൈ അധികം യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെയായിരുന്നു ഉമ്മ ഓരോ ഗ്ലാസ് വെള്ളവും എടുത്ത് എൻ്റെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ വേറെ പുറത്തുള്ളൊരു മോട്ടിവേഷൻ വായിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നി, അത് ഞാൻ ചെയ്തു. മാം സിവിൽ സർവീസിന് ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും മാമിനെ അവരെങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്? കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. അവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും വ്യത്യസ്തമാണ്. അപ്പം മാമിനോട് എങ്ങനെയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്തത്? എനിക്കും പേടിയായിരുന്നു. കാരണം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഒരു 5-6 പേര് പാനലിൽ ഇരിക്കും, എന്നിട്ട് ഇവന്മാരെ നമ്മളെ പൊരിക്കും എന്നൊക്കെയാണല്ലോ. ഞാനും അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. കാരണം എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ഞാൻ വീൽ ചെയറിലല്ലേ, എന്നെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യണ്ടേ, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഇവരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ. പക്ഷേ എന്താ പറയുക, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു 6 വ്യക്തികളായിരുന്നു അവർ. എനിക്ക് തോന്നുന്നു, ഞാൻ റൂമിലേക്ക് കയറിയപ്പോഴേക്കും എൻ്റെ ഡോറ് പോലും തുറന്ന് എൻ്റെ വീൽ ചെയർ തള്ളിക്കൊണ്ടുവന്നത് അവരായിരുന്നു. അത് എൻ്റെ പാനലിലെ ചെയർമാനായിരുന്നു. വളരെ നല്ല എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവരൊരു 15 മിനിറ്റ് മാറ്റി വെച്ചു. എൻ്റെ ഇൻ്റർവ്യൂ 45 മിനിറ്റ് ആയിരുന്നു, അരമണിക്കൂറായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ബാക്കി 15 മിനിറ്റ് എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു അവർ മാറ്റി വെച്ചത്. വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു സാധനം, നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് എങ്ങനെ ഈ പറയുന്ന സിവിൽ സർവൻ്റായ എങ്ങനെ സൊസൈറ്റീനെ സെർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ അവർ ആ ക്വസ്റ്റ്യൻ വളരെ നല്ല രീതിയിൽ, നിങ്ങളെപ്പോലുള്ള ആളുകളും വേണം, നിങ്ങളെപ്പോലുള്ള ആളുകൾക്കും പ്രശ്നങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്കല്ലേ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. കാരണം എന്നോട് പലരും ഇൻ്റർവ്യൂവിന് മുന്നേ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അവരിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് മെൻ്റലി നിങ്ങളെ ടോർച്ചർ ചെയ്യും, അപ്പം നിങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞിറങ്ങേണ്ടി വരും എന്നൊക്കെ. ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഞാൻ. എല്ലാവരുടെ ലൈഫിൽ ഒരു സപ്പോർട്ട് എന്നുള്ളൊരു പേഴ്സൺ ഉണ്ടാവും. മാം പറഞ്ഞു ഉമ്മ എന്നുള്ളത്. അപ്പോൾ നോർമലി ഫിസിക്കലി വലിയ ഓക്കെ ഉള്ള ആൾക്കാർക്ക് പോലും ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കാർ ഈ ഒരു ഇതുപോലെ ഒരു സിമ്പതിയോടെ നോക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു വില്ലനായിട്ട് തോന്നാറില്ലേ? സാധാരണ ഞങ്ങൾ എല്ലാവരോടും പെരുമാറും പോലെ പെരുമാറുന്നതല്ലേ നിങ്ങൾക്കൊരു കംഫർട്ടബിൾ? എന്നോട് ആദ്യം ഞാൻ എനിക്കങ്ങനെ സിമ്പതിയായിട്ട് എന്നോട് അധികം പെരുമാറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഒരിക്കൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കടൽ കാണണം എന്നുള്ളത്. കാരണം ഞങ്ങൾ വയനാട്ടുകാർക്ക് കടലൊരു ഭൂതം പോലെയാണ്, ഒരു അത്ഭുതമാണ്.
ഇപ്പോഴും. അപ്പം അങ്ങനെ ഒരു ദിവസം ഐ മീൻ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ കോമയിൽ നിന്നൊക്കെ എണീറ്റ ശേഷം എനിക്ക് കടൽ കാണണം എന്ന് പറഞ്ഞപ്പം ഞാൻ കാലിക്കറ്റേക്ക് വന്നു. അങ്ങനെ കാലിക്കറ്റ് എത്തിയപ്പോഴേക്കും കുറേ സ്ത്രീകൾ എന്നോട്, പ്രായമായ സ്ത്രീകളാണ്, അവരൊക്കെ ഇങ്ങനെ അയ്യോ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത്, വീട്ടിലിരുന്നാൽ പോരെ, ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടണമായിരുന്നോ, വീട്ടിലിരുന്നാൽ പോരെ, ആ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും അവരുടെ അടുത്ത് ഫയർ ചെയ്തു. അങ്ങനെയല്ലേ, നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യം നോക്കുന്നത്, ഞാൻ എന്ത് വേണേലും ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഞാൻ മനസ്സിലാക്കി നമ്മുടെ സമൂഹം കുറച്ചും കൂടി സമൂഹത്തിൽ കുറച്ചും കൂടി മാറ്റം വരാനുണ്ട്. അതിനിപ്പോൾ ഞാൻ ആരോടും ഫയർ ചെയ്തിട്ട് കാര്യമില്ല, ഗ്രാജുവലി അത് മാറിക്കോളും. പിന്നെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഈ പറയുന്ന സിമ്പതി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. ഞാൻ ആളുകളെ ഇപ്പം എന്നോട് കുഞ്ഞു കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ വീൽ ചെയറിൽ പോകുന്നേ, ചേച്ചിക്ക് എണീറ്റ് നടന്നൂടെ എന്നൊക്കെ, നടന്ന് ഓടിപ്പോയിക്കൂടെ എന്നൊക്കെ. ഞാൻ പറയും സൂപ്പർ ലേഡീസൊക്കെ ഇങ്ങനെയാണ്, വീൽ ചെയറിലാണ് പോവുക, നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ടാണ്. ആ രീതിയിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങ് ഡൈവേർട്ട് ചെയ്തു. സിമ്പതി വന്നാലും ആ സാധനം വേണ്ട, ഇതല്ല അവർ ആഗ്രഹിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ അങ്ങ് മാറ്റി. കാരണം അതിന് ഞാൻ കുറേ സമയം എടുത്തു കേട്ടോ. ഈ രീതിയിലുള്ള എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും അതിനൊരു സങ്കടം എന്ന രീതിയിലല്ല, കാരണം സങ്കടത്തിൻ്റെ അങ്ങേയറ്റം ഞാൻ അനുഭവിച്ചു. എനിക്ക് സങ്കടം അനുഭവിക്കാനില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് രീതിയിലും ഞാൻ സങ്കടം അനുഭവിച്ചു. മെൻ്റലി ഞാൻ ബ്രേക്കായതും ഫിസിക്കലി ഞാൻ ബ്രേക്കായതും. അപ്പോൾ പിന്നെ എനിക്കിനി ഒന്നുമില്ല, മുകളിൽ ആകാശം താഴെ ഭൂമി, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് നടന്നാലും ഞാൻ വളരെ കൂളായിട്ട് എടുക്കാറുള്ളൂ. സിവിൽ സർവീസ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്ന്? ഉറപ്പായിട്ടും. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ വന്നാൽ ഞാൻ ഒരു സിവിൽ സർവൻ്റ് ആവും. ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചത്, എക്സ്പെക്റ്റ് ചെയ്തത് IAS ആയിരുന്നു. പക്ഷേ ചെറിയൊരു മാർക്കിന് പോയി, അത് മാത്രം. അതിലൊരു ചെറിയ തെറ്റ് പറ്റി. അതർവൈസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കിട്ടുമെന്നുള്ളത്. ഷെറിനിപ്പോൾ ധാരാളം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, പിന്നെ പ്രിൻ്റിലായാലും മീഡിയ, ഓൺലൈൻ, എല്ലാ തരത്തിലും ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ പറയാൻ വിട്ടുപോയി, എനിക്ക് ഈ കാര്യം കൂടി ഷെയർ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ച എന്തെങ്കിലും? അങ്ങനെ കാരണം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുന്നേ, 1.5 മാസം മുന്നേ ഒരു ഇൻ്റർനാഷണൽ അവാർഡ് ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അപ്പം അവിടെയും പോയിട്ട് കുറേ മലയാളികളെ കണ്ടു, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ തന്നെ പോവുക, ഞങ്ങളെപ്പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക. സിമ്പതി എന്ന് പറയുന്ന ആ സാധനം വേണ്ട. ഇൻക്ലൂസീവ് സൊസൈറ്റി ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സൊസൈറ്റി ഓക്കെ, കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ, എന്നാലും ഇനിയും മാറാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ 2 ലൈഫും ജീവിച്ചതുകൊണ്ട് ഈ ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെപ്പോലുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അറിയാം ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ എത്ര പ്രിവിലേജ്ഡ് ആണ്. ഐ മീൻ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വീൽ ചെയർ ബൗണ്ടോ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. അപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇൻക്ലൂസീവ് സൊസൈറ്റി ആക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ ഇതൊരു നല്ല സമൂഹമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ IRS ആണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ ഇനിയും ഇതിൽ തുടരുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഈ IRMS കിട്ടിയത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് അറ്റംപ്റ്റുകൾ ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. എഴുതണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ വിചാരിച്ചത് ഒരു IAS ആവണം എന്നാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ. കാരണം ആ സമയത്ത് കുറച്ച് വോയിസ് ഔട്ട്റീച്ച്ഡ് ആവും, കുറച്ചുകൂടി കാര്യങ്ങൾ സൊസൈറ്റിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെ ആയിരുന്നു. ഒരിക്കലും IRMS ഒരു നല്ല ജോലിയല്ല എന്നല്ല, വളരെ നല്ല ജോലിയാണ്. റെയിൽവേ ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് പറ്റിയില്ല. പക്ഷേ ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് IAS എന്ന് പറഞ്ഞൊരു മോഹം ഇപ്പോഴും അവിടെയുണ്ട്. എഴുതണം, ഭാവിയിൽ എഴുതണം. മാം, കൺഗ്രാജുലേഷൻസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് താങ്കളുടെ. എനിക്കൊന്ന് ചോദിക്കാനുള്ളൂ, ഫിസിക്കലി മെൻ്റലി ഏതോ ഒരു സർവശക്തൻ ഒരുപാട് ഉപദ്രവിച്ചു ഇല്ലേ? തോന്നിയിട്ടില്ലേ അങ്ങനെ?
ആ സർവശക്തനിൽ ഇനിയും വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം വഴി മറ്റുള്ളവർക്ക് ഞാനൊരു വഴികാട്ടിയായിട്ട് മാറിയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു അപകടം പറ്റിയ സമയത്തൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ ദൈവമൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നോ, കാരണം ഞാനൊന്നും ആർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ. ആ സമയത്തൊക്കെ ഞാൻ എത്തിസ്റ്റ് ആവാനൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, പടച്ചോൻ നിൻ്റെ ഒക്കെ പേരിൽ എന്തോ വലിയ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ വഴിയിലേക്ക് പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും സൂയിസൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഈ ആക്സിഡൻറ്റ് പറ്റിയ ഇനിഷ്യൽ സ്റ്റേജിൽ. അപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു വലിയ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു മൂപ്പര്, അതുകൊണ്ടായിരിക്കാം ഈ വഴിയിലേക്ക് തിരിഞ്ഞു പോയത്. അപ്പം ഞാൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്നു, വലിയൊരു ശക്തിയുണ്ട്, മൂപ്പര് നിയന്ത്രിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തുന്നത്. മാം മെൻ്റലിയും ഫിസിക്കലിയും അനുഭവിച്ച ആ വേദന മാമിനെക്കാട്ടി കൂടുതൽ മാമിൻ്റെ മദർ അനുഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ആ മാമിനൊരു ബിഗ് സല്യൂട്ട്, മദറിന് ഒരു ബിഗ് സല്യൂട്ട്. First of all, congratulations. Great motivation. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ബേസിക്കലി യു ടോൾഡ് ആ ഒരു സെലക്ഷന് ശേഷം യു വെയിറ്റഡ് ഫോർ സം ടൈം അല്ലേ, ഒരു അതെ. അപ്പോൾ ആ ഒരു കേസിൽ സോ വാട്ട് ഈസ് ദറ്റ് യു സജസ്റ്റ്? എങ്ങനെയാണ് ഇത് നാളെയും പലർക്കും ഇങ്ങനെ ഉണ്ടാവും, മേ ബി എ വെയിറ്റിംഗ് പീരീഡ് ഓർ പ്രോബബ്ലി ദിസ് കൈൻഡ് ഓഫ് കേസസ്. അപ്പോൾ ഈ ഡിസേബിൾഡ്, അപ്പം ഗവൺമെൻറ് അത് എന്തോ കുറച്ച് സമയമെടുത്തു അതിനൊരു ഡിസിഷൻ എടുക്കാൻ, അതാണ് മനസ്സിലാക്കിയത്. സോ അത് വാട്ട് യു ഡു സജസ്റ്റ്? എങ്ങനെയാണ് അതൊരു മേ ബി വാട്ട് സജഷൻ യു ആർ ഗിവിങ് ഫോർ ദാറ്റ്? അതായത് UPSCക്കുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഇതുവരെ. ഇതിന് മുമ്പ് ഒരിക്കലും ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, 2 കാലും കൈക്കും വയ്യാത്ത ഒരാൾ, വീൽ ചെയർ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരാൾ UPSC സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ UPSCക്ക് ഉണ്ടായിരുന്നു. അതൊരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, അതൊരു കൺഫ്യൂഷനായിരുന്നു. ആ കൺഫ്യൂഷൻ മാറി കുറേ ഒരു 4-5 ലോ അവർ മാറ്റി. ഇപ്പം ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. ഇതിന് ശേഷം വന്നിട്ടുള്ള, എനിക്ക് ശേഷം എന്നെപ്പോലുള്ള കാറ്റഗറിയിലുള്ള ആളുകളും വന്നിട്ടുണ്ട്, അവർക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ആളുകൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് മാറും. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു പൂജ ഗദ്കർ കേസും ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടെ UPSCൻ്റെ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതർവൈസ് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ദ്രോഹം കൊണ്ട് നമുക്കാണ് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എന്നാലും കുറേ UPSCയിൽ മാറ്റം വന്നിട്ടുണ്ട്, കുറേ ഈസി ആയിട്ടുണ്ട് ഇപ്പോൾ. ഹായ് മാം, ഞാനൊരു സീരീസിൽ കണ്ട ഒരു ഡയലോഗാണ്, കേട്ടൊരു ഡയലോഗാണ്. അതായത് ഒരു വീൽ ചെയറിൽ ഒരാൾ വരുമ്പോഴത്തേക്ക് ആളുടെ എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അതായത് ആൾക്കാർ വീൽ ചെയറിൽ ഒരാൾ വരുമ്പോഴത്തേക്ക് ആളിനെ കാണില്ല, വീൽ ചെയറേ കാണുള്ളൂ. സാധാരണ നമ്മളിപ്പോൾ ഒരാളിനെ കാണുമ്പോഴത്തേക്ക് മുടി, കണ്ണ്, ഡ്രസ്സ് ചെയ്യുന്ന രീതി, ഇതെല്ലാം ചിലപ്പോൾ നോട്ട് ചെയ്യും. പക്ഷേ വീൽ ചെയറിൽ വരുന്ന ഒരാളിനെ കാണുമ്പോഴത്തേക്ക് പീപ്പിൾ ടെൻ ടു സീ ദ പേഴ്സൺ ആസ് എ വീൽ ചെയർ, നോട്ട് ആസ് എ പേഴ്സൺ. അങ്ങനൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ഒരു മോളിൽ പോയപ്പോഴേക്കും എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, ആളുകൾ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരം, ഒരുപാട് ദൂരത്ത് നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇതെന്തിന് ആളുകളെല്ലാം ഇത്രയും ദൂരം കീപ്പ് ചെയ്യുന്നേ എന്നുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, പിന്നെ ആലോചിച്ചപ്പം മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ചിലപ്പോൾ ഞാൻ തട്ടി വീഴണ്ട എന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ആ സമയത്ത് ആലോചിച്ചത്, ആളുകൾ അങ്ങനെ കീപ്പ് ചെയ്യുന്നത്, എൻ്റെ വീൽ ചെയർ, അയ്യോ വീൽ ചെയറിലുള്ളൊരു വ്യക്തിൻ്റെ അടുത്ത് കൂടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് ആദ്യം ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, അല്ല, ചിലപ്പോൾ അവർ കാരണം ഞാൻ തട്ടി വീഴണ്ട, എനിക്കൊരു ഡിസ്റ്റർബൻസ് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്നുള്ളത്. ചിലപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ, വീൽ ചെയറുള്ള ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, എടാ നമ്മളിങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ഇട്ട് പോകേണ്ട ആവശ്യമില്ല. ഇയാൾ പറഞ്ഞ അതേപോലെ നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും നല്ല ഡ്രസ്സ് ഇട്ടാലും ആളുകൾ നമ്മുടെ വീൽ ചെയർ മാത്രമേ കാണുള്ളൂ. എനിക്കതുകൊണ്ട് ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാനൊന്നും ഇഷ്ടമില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാലും എൻ്റെ വീൽ ചെയറിൻ്റെ കറുപ്പ് നിറം മാത്രമേ അവർ കാണുള്ളൂ എന്നുള്ളത്. പക്ഷേ എനിക്കറിയില്ല എല്ലാ ആളുകളും അങ്ങനെയാണോ എന്നറിയില്ല. എനിക്ക് അങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടായിട്ടില്ല. എന്നാലും ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നി. എൻ്റെ ഫ്രണ്ട്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീൽ ചെയറിലുള്ള. ഹായ് മാഡം, പറഞ്ഞിട്ടുണ്ട് ജയിക്കുന്നവൻ്റെ കൂടെയാണ് എപ്പോഴും ലോകമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തോറ്റു പോകുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ.
അവരോട് എന്താണ് പറയാനുള്ളത്? തോറ്റു എന്ന് പറഞ്ഞാൽ ലോകം അവിടെ അവസാനിക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ എന്നേ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ലേ. അപ്പം ഞാൻ പലപ്പോഴും എക്സാമിന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നവരോട് പറയുന്നത്, നിങ്ങൾക്ക് 2 കൈയും 2 കാലും ബുദ്ധിയും ഇല്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രം ജീവിക്കാൻ പറ്റുമെന്നൊന്നുമില്ലല്ലോ. ഈ സാധനം ഇല്ലാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജീവിക്കുന്നില്ല. എനിക്ക് എൻ്റെ മുന്നിൽ ഇപ്പം ദൈവം നല്ലൊരു ഹെൽത്തും നല്ലൊരു സർവീസും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി എൻ്റെ ഹെൽത്ത് തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ ആ സാധനം ഉള്ളിടത്തോളം കാലം പിന്നെ എന്തിനാ പേടിക്കുന്നത്? മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ. ഹായ് മാം, ഇപ്പോൾ ജീവിതത്തെ എത്രമാത്രം എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്? നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. കുറേ ഫ്രണ്ട്സുണ്ട്. എനിക്ക് ഡിഗ്രി PG പഠിച്ച ഒരു സമയം പോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. കാരണം എൻ്റെ ക്ലാസ്സിൽ ഒരു 10-40 പിള്ളേരുണ്ട്. അവരെല്ലാം ഭയങ്കര കമ്പനിയാണ്. ഞങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് 1 വീക്ക് കൂടുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് അറ്റാച്ച്മെൻ്റ് എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ട്രെയിനിലായിരിക്കും നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പം ഓരോരുത്തരെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്ന പോലെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ട് നടക്കും. ഞാൻ ആദ്യം ട്രെയിനിങ്ങിന് വന്ന സമയത്ത് എന്നെ ആര് ഷിഫ്റ്റ് ചെയ്യും വീൽ ചെയറിലേക്ക്, എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇപ്പം അവരവരുടെ ഏറ്റവും നല്ല ഫ്രണ്ടിനെ പോലെ കാണുന്നു. എല്ലാവരും ഭയങ്കര നന്നായിട്ട് കെയർ ചെയ്യുന്നു. നമ്മളൊരു മാറ്റി നിർത്തുന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് പ്രയോറിറ്റി തരുന്നു എന്നൊക്കെ ഉള്ളപ്പം ഒരുപാട് സന്തോഷം. ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം സർവീസ് കിട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ഒരുപാട് പേരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് പേരുമായിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോക്കാൻ പറ്റി. ഒരുപാട് നല്ല മനുഷ്യന്മാരെ കാണാൻ പറ്റി. അത് വലിയ ആളുകളാണെങ്കിലും എൻ്റെ ക്ലാസ്മേറ്റ്സിനെ ആണെങ്കിലും നല്ലതായിപ്പം. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്രകൾ നമ്മുടെ വീൽ ചെയർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക ബോഗി എന്നതിലുപരി കോമൺ ആയിട്ട് എല്ലാവരും യാത്ര ചെയ്യുന്ന പോലെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതില്ലേ? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനൊരു സിസ്റ്റം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. പക്ഷേ റെയിൽവേയിൽ കുറേ മാറ്റങ്ങൾ വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ റെയിൽ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നട്ടെല്ലാണ്. അപ്പം ഇതിലൊരു മാറ്റം വീൽ ചെയർ, ഇപ്പോൾ എനിക്കൊക്കെ വീൽ ചെയർ കൊണ്ട് നേരിട്ട് ട്രെയിനിൽ കയറാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ ഇനിയും യാത്ര ചെയ്യേണ്ടി വരും. കാരണം ഉള്ള ട്രെയിനുകളൊക്കെ പഴയ രീതിയിലാണ്. അപ്പം നമുക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യാൻ വരുമെന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ളവർക്കറിയാം അത് എത്രത്തോളം ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അത് വന്നാൽ വളരെ നല്ലതായിരിക്കും. അതിനുവേണ്ടി നമുക്കും പ്രത്യാശിക്കാം. ഇനി ആരും ഇതുപോലെ കാത്തു നിൽക്കുന്നുണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഷെറിന് ഒരു തവണ കൂടി ആശംസകളും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഈ സെഷൻ നിർത്താം.